ടോവിനോ തോമസ് നായകനായി ഇന്നലെ റിലീസ് ചെയ്ത പടം ഐഡന്റിറ്റി തിയേറ്ററിൽ പോയി കണ്ടു. പടത്തിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര മിസ്റ്റീരിയസ് ത്രില്ലർ, നിഗൂഢതകൾ നല്ലോണം കുത്തി നിറച്ചിട്ട് ഒരുപാട് സസ്പെൻസ് എലമെൻറ്റുകൾ മിക്സപ്പ് ചെയ്തിട്ടുണ്ടാക്കിയൊരു പടമാണ്. നല്ലൊരു ത്രില്ലർ മൂവിയാണ്. ഒരുപാട് സസ്പെൻസുകളുണ്ട്, ഒരുപാട് ത്രില്ലിംഗ് എലമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് മിസ്റ്ററികളുണ്ട്, നിഗൂഢതകളുണ്ട്. നമുക്ക് ആദ്യത്തെ പകുതിയിൽ എന്താണ് പടം നടക്കണമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ മനസ്സിലാവില്ല. പതുക്കെ പതുക്കെയാണ് ഇതിനകത്ത് എന്താ നടക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായിട്ട് വരിക. പടത്തിൻ്റെ കഥ, തിരക്കഥ സംവിധാനം ചെയ്ത് രണ്ടുപേര് ചേർന്നിട്ട്, അഖിൽ പോളും അനസ് ഖാനും കൂടെ ചേർന്നിട്ടാണ്. നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈന്, അത് അതിൻ്റെ നരേഷനാണെങ്കിലും ഒരുപാട് രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. നടന്നു പോയൊരു കാര്യം, അതിൻ്റെ ഫ്ലാഷ് ബാക്ക്, അതിൻ്റെ ആക്ച്വൽ നടന്ന സംഭവം എന്താണെന്നുള്ളത് കാണിച്ചു തരുന്ന രീതിയൊക്കെ എന്നാൽ ഒട്ടും ത്രില്ലിംഗ് എലമെൻറ്റ്സ് നഷ്ടപ്പെടാത്ത രീതിയിൽ ചെയ്തു വെക്കാനായിട്ട് ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രശംസനീയമാണ്. കാരണം ഓൾറെഡി നടന്നു പോയൊരു കാര്യം അതിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിച്ചു വരുമ്പോൾ സാധാരണഗതിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര ത്രില്ലിംഗ് എലമെൻറ്റ്സുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സാധനം നടന്നത് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിച്ചു തരുന്നത് അത്യന്തം സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ഒട്ടും ചടക്കാത്ത രീതിയിൽ, മടുപ്പില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഈ ഡയറക്ടേഴ്സിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അഖിൽ പോളിൻ്റെയും അനസ് ഖാൻ്റെയും പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ല രീതിയിലുള്ള ക്യാമറ വർക്കൊക്കെയാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. ആക്ഷൻ കൊറിയോഗ്രാഫിയും ചേസിങ് സീനുകളും ഒക്കെ ഗംഭീരം തന്നെയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ജെയ്ക്സ് ബി ജോയിൻ്റെ BGM ആണ്. പടത്തിൻ്റെ മൂഡ് അത്യന്തം നിയന്ത്രിക്കുന്ന രീതിയിൽ കൺട്രോൾഡ് ആയിട്ടാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല നമ്മളെ എൻഗേജ് ചെയ്യാൻ പറ്റും, ഇമോഷണലി ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സീക്വൻസുകൾ പടത്തിനകത്ത് ഉണ്ടും താനും. പടം മെയിനായിട്ട് സംഭവിക്കുന്നത് കേരള തമിഴ്നാട് ഭാഗത്താണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ നമ്മുടെ ടോവിനോ തോമസ് ആണ്. ടോവിനോ തോമസ് ഹരൺ ശങ്കർ എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നത്. അദ്ദേഹത്തിന് 2 സിസ്റ്റേഴ്സാണുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ഒരു സംഭവ വികാസം, അതിനകത്ത് തൃഷ, അതേപോലെ വിനയ് റായ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ തുപ്പരിവാലി എന്ന് പറഞ്ഞ ഫിലിമിൽ വില്ലനായിട്ട് അഭിനയിച്ച ആളാണ്. പണ്ട് നായകനൊക്കെ ആയിരുന്നു. ഇപ്പോൾ പല പടങ്ങളിലും, മലയാള പടങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ട് വില്ലനായിട്ട്. തൃഷ കൃഷ്ണൻ രണ്ടാമത്തെ മലയാള പടമാണെന്ന് തോന്നുന്നു, അവരും അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല ആക്ടേഴ്സിനെ ഈ പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അജു വർഗീസിന് കൊടുത്തിട്ടുള്ള റോള് ദിനേശൻ എന്ന് പറഞ്ഞ ഒരു DYSP ആയിട്ടാണ്. അതും നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ഈ നമ്മളുടെ അജു വർഗീസിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ്, പടത്തിൽ ആവശ്യമുള്ള ആൾക്കാരെ മാത്രമേ പടത്തിൽ വെച്ചിട്ടുള്ളൂ. ഒരുപാട് ക്യാരക്ടേഴ്സൊന്നും വെച്ചിട്ട് കുത്തി നശിപ്പിച്ചിട്ടില്ല പടം. വേണ്ട ക്യാരക്ടേഴ്സ്, വേണ്ട രീതിയിൽ കൺട്രോൾഡ് ആയിട്ടുള്ള അഭിനയം, അതേപോലെ തന്നെ ഒട്ടും വലിച്ചു നീട്ടാത്ത രീതിയിലുള്ള സസ്പെൻസ് എലമെൻറ്റ്സ് നിലനിർത്തിക്കൊണ്ടുള്ള മേക്കിങ്, നല്ല മൂഡ് നിയന്ത്രിക്കുന്ന BGM, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പടത്തിനകത്ത്. ഫസ്റ്റ് ഹാഫ് നല്ല ത്രില്ലിംഗ് എലമെൻറ്റ്സുകൾ കുത്തി നിറച്ചിട്ടുള്ള അടിപൊളിയായിട്ട് പോകുന്ന, നല്ല ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു ഭാഗമാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊരു മെല്ലെപ്പോക്ക് ഉണ്ട്. എങ്കിൽ പോലും പടത്തിൻ്റെ ത്രില്ലിംഗ് എലമെൻറ്റ്സുകൾ നഷ്ടപ്പെടുന്നില്ല. നല്ല നല്ല ഫൈറ്റ് സീക്വൻസുകളൊക്കെ ലാസ്റ്റ് ക്ലൈമാക്സിനോടനുബന്ധിച്ചിട്ട് കൊണ്ടുവെക്കാനായിട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ ഒരു ആകെത്തുക പറയുകയാണെങ്കിൽ പടം ഒരു ഒന്നൊന്നര സസ്പെൻസ് ത്രില്ലറാണ്. ഒരുപാട് മിസ്റ്ററികൾ നടന്നിട്ടുള്ള ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരുന്നത്. ആദ്യ പകുതിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് സെക്കൻഡ് ഹാഫിലൊക്കെയാണ് ഇതിനകത്തുള്ള ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവുകയും, അത് ഇതായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഇതിൻ്റെ ഒറിജിനൽ സംഭവം ഇതായിരുന്നു എന്നുള്ളത് കാണിച്ച് തരുന്ന രീതിയിലുള്ള ഫ്ലാഷ് ബാക്ക് സീക്വൻസിൻ്റെ റീക്രിയേഷനൊക്കെയാണ് ഇതിനെടുത്ത് പറയേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ. അത് ഒട്ടും നമുക്ക് വിരസത വരാത്ത രീതിയിൽ ചെയ്തു വെക്കാനായിട്ട് ഇതിൻ്റെ ഡയറക്ടേഴ്സ് കഴിഞ്ഞിട്ടുമുണ്ട്. പടത്തിന് മൊത്തം 2.5 മണിക്കൂറാണ് ലെങ്ത് ഉള്ളത്. ഒട്ടും ലാഗൊന്നുമില്ല. തിയേറ്ററിൽ പോയിട്ട് കണ്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പടം തന്നെയാണ്. 2025 ആദ്യ ബ്ലോക്ക് ബസ്റ്റർ പടം തന്നെയാണ് ഈ ഒരു ഐഡന്റിറ്റി എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം.